ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടി താൻ മരിച്ചെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായി തന്റെ മുഖസാദൃശ്യമുള്ള സുഹൃത്തിനെ കൊലപ്പെടുത്തി യുവാവ്. സുകുമാരക്കുറുപ്പ് മോഡൽ കൊലപാതകം നടന്നിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. ചെന്നൈ സ്വദേശിയും ജിം ട്രെയിനറുമായ 38 വയസ്സുള്ള സുരേഷ് ഹരികൃഷ്ണനാണ് പോലീസിന്റെ പിടിയിലായത്. 39 വയസ്സുള്ള ദില്ലി ബാബു എന്നയാളെ കൊന്ന ശേഷം മൃതദേഹം കത്തിച്ചു കളയുകയായിരുന്നു. കൊലപാതകത്തിന് സഹായിച്ച സുഹൃത്തുക്കളായ കീർത്തിരാജൻ, ഹരികൃഷ്ണൻ എന്നിവരും പിടിയിലായിട്ടുണ്ട്. സുരേഷ് തന്റെ പേരിൽ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് എടുത്തിരുന്നു. തുക ബന്ധുക്കളിലൂടെ തനിക്ക് തന്നെ ലഭിക്കാനും ഇതുകൊണ്ട് സുഖിച്ചു കഴിയാനുമാണ് സ്വന്തം മരണം വ്യാജമായി ആസൂത്രണം ചെയ്ത് സുഹൃത്തായ യുവാവിനെ കൊലപ്പെടുത്തി കത്തിച്ചു കളഞ്ഞത്. 10 വർഷം മുമ്പ് സുഹൃത്തായിരുന്ന അയനാവരം സ്വദേശിയും പിന്നീട് എന്നൂരിനടുത്തുള്ള എറണാവൂർ സുനാമി സെറ്റിൽമെന്റിലേക്ക് താമസം മാറുകയും ചെയ്ത ദില്ലി ബാബുവിനെ സുരേഷ് കണ്ടെത്തിയ ശേഷം ദില്ലി ബാബുവിന്റെ അമ്മയും വീട്ടുകാരുമായി പരിചയം പുതുക്കുകയുമായിരുന്നു ആദ്യം ചെയ്തത്. തുടർന്ന് ഇവരുടെ വീട്ടിൽ സ്ഥിരം സന്ദർശകനായി. കൊലപാതകം ആസൂത്രണം ചെയ്ത മൂവർ സംഘം ദില്ലി ബാബുവിനെ ഒരു സൽക്കാരത്തിനായി ക്ഷണിക്കുകയും ചെങ്കൽപ്പെട്ടിന് സമീപത്തെ വിജനമായ സ്ഥലത്ത് വെച്ച് മദ്യം നൽകിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി ഷെഡിലിട്ട് തീ വെച്ച ശേഷം പ്രതികൾ കടന്നുകളയുകയുമായിരുന്നു. കാണാതായതിനെ തുടർന്ന് ദില്ലി ബാബുവിന്റെ വീട്ടുകാർ ലീലാവതി എന്നൂർ പോലീസ് സ്റ്റേഷനിൽ തിരോധാന പരാതി നൽകി. നടപടി ഉണ്ടാകാതിരുന്നതോടെ മദ്രാസ് ഹൈക്കോടതിയെയും സമീപിച്ചു. ഇതിനിടെ സുരേഷിനെ കാണാതായതോടെ തീപിടുത്തത്തിൽ മരിച്ചതായി കുടുംബം കരുതി. തുടർന്ന് അന്ത്യകർമ്മങ്ങളും ചെയ്തു. എന്നാൽ പോലീസിന് സംഭവത്തിൽ സംശയമുണ്ടായി. ഫോൺ സിഗ്നലുകൾ പരിശോധിച്ചപ്പോഴാണ് തീ കത്തിയ ഷെഡിന് സമീപം സുരേഷിന്റെ മൊബൈലിൽ കോളുകൾ വന്നിരുന്നതായി പോലീസിന് ബോധ്യപ്പെട്ടത്. തുടർന്ന് സുരേഷിന്റെ ചില സുഹൃത്തുക്കളെ കണ്ടെത്തിയപ്പോൾ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും കൊല്ലപ്പെട്ടത് ദില്ലി ബാബുവാണെന്നും മനസ്സിലായി. ഇതോടെയാണ് കേസിന് വഴിത്തിരിവായത്. അന്വേഷണത്തിൽ കാരക്കോണത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന സുരേഷിനെയും സുഹൃത്തുക്കളെയും പോലീസ് പിടികൂടുകയായിരുന്നു. ഇൻഷുറൻസ് തുകയായ 1 കോടിയിൽ 20 ലക്ഷം വീതം കീർത്തിരാജനും ഹരികൃഷ്ണനും നൽകാമെന്നായിരുന്നു സുരേഷ് വാഗ്ദാനം ചെയ്തിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നനവാണേലും കണ്ണൂരിനെ ഉഴുതുമറിക്കും കോരിച്ചൊരിയണ മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?